Hello friends, welcome to Shali's Kitchen. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു സ്നാക്ക് ആയിട്ടാണ് ട്ടോ. മെയിൻ ആയിട്ട് രണ്ട് ഇൻഗ്രീഡിയന്റ് ഇതിന് ആവശ്യമുള്ളൂ. സ്നാക്കിന്റെ പേര് മസാല കാജു എന്നാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. എൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നേരെ റെസിപ്പിയിലേക്ക് കടക്കാമല്ലേ. അപ്പോൾ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് മൈദയാണ്. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് റവ വേണം. റവ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യ് വേണം. നെയ്യ് ഞാൻ 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ഓക്കെ, 1 ടീസ്പൂൺ പഞ്ചസാരയും ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ഉപ്പും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ മൈദ എടുക്കാം. മൈദയിലേക്ക് നമുക്ക് നമ്മളുടെ ഇതെടുക്കാം കേട്ടോ. റവ ഇട്ട് കൊടുക്കുക. പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മളുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉപ്പ് ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്തിട്ട് കുറച്ചൊരു ഉപ്പിൻ്റെയും സ്പൈസ് ചില്ലി പൗഡർ ഇട്ടിട്ട് ഒരു മസാല തയ്യാറാക്കാം. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവ് ഇടണം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇനി നമ്മളുടെ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നെയ്യ് ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് ആവശ്യമുള്ളത് നമ്മൾക്ക് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കട്ടെ ഇതിൽ. അപ്പോൾ ഇതിലേക്ക് കുറച്ചായിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ കേട്ടോ. അത് ജസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നന്നായി വന്നിട്ടുണ്ട്. നോക്കൂ, ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയുടെ പലക വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഉണ്ടാക്കണത്. അത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ഞാനിപ്പോൾ ഒരു മൈദമാവ് തൂക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് ബോൾസ് ആക്കിയിട്ട് ജസ്റ്റ് പരത്തിയെടുക്കുക. ഞാനിത് എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തണം. പക്ഷെ അതിനേക്കാളും കുറച്ച് കട്ടി വേണം കേട്ടോ. ഇത് പരത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടി വേണം കേട്ടോ. നമ്മൾ ചപ്പാത്തിയുടെ തിക്നെസ് എല്ലാം വേണ്ട, അതിനേക്കാളും കുറച്ച് കട്ടി വേണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് വേണ്ടത് മൂൺ ഷേപ്പിലുള്ള ഇതാണ് വേണ്ടത്. നോക്കൂ, ഇതുപോലെ ഹാഫ് മൂൺ. ഓക്കെ, ഹാഫ് മൂൺ ഷേപ്പിലാണ്. അപ്പം നമ്മളിതിങ്ങനെ ബോട്ടിലിനോട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്കൊരു ഹാഫ് മൂൺ ഷേപ്പിൽ കിട്ടും. നോക്കൂ, നമുക്കിപ്പോൾ വേണ്ടത് ഹാഫ് മൂൺ ഷേപ്പാണ്. ഓക്കെ, ചന്ദ്രൻ്റെ പകുതി ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഹാഫ് മൂൺ ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ എല്ലാം. അപ്പോൾ ഇനി നമുക്കത് വറുത്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു പാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ചൂടായി വരട്ടെ. ഇനി ഇത്
ചൂടായിട്ടുണ്ട് ഓയിൽ. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കണം കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതൊരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ടിട്ട് അടുത്ത ഭാഗവും ഫ്രൈ ആക്കി എടുക്കാം. ഓക്കെ, ഇത് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കൂടി ഇതായി വരും. നമുക്കിത് മാറ്റിയെടുക്കാം കേട്ടോ. നല്ല ഇതിൽ കളർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ബാച്ച് ഇത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര സ്പൈസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര കേട്ടോ. ഇങ്ങനെ ആ മുളക് പൊടി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കുറച്ച്. ആൻഡ് കുറച്ച് ഓയിലും നമുക്ക് ഒഴിച്ചിട്ട് നമുക്ക് ടോസ് ചെയ്ത് കൊടുക്കാം. പൊടി മസാല കാജു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഈസി അല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയാണ് ആൻഡ് ഒരു സ്പൈസി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൻ. ബൈ.